അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരെന്ന നിലയിൽ തിരുത്താനും തിരിച്ചുകൊണ്ടുവരാനൊക്കെ നമ്മൾ മാക്സിമം ശ്രമിച്ചില്ലേ? പക്ഷേ അവൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ചിലപ്പോൾ അവളുടെ വിധിയായിരിക്കും. പക്ഷെ VP, അവളെടുത്ത ഇമ്മച്ചുറായ ഒരു തീരുമാനത്തിന്റെ പേരിൽ മാളുവിന്റെ ജീവിതം നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വെറൊരു ആവശ്യത്തിന് പുറത്തെടുത്ത തീരുമാനം അത് തിരുത്തിയേ പറ്റൂ. മാളുവിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് VP. ഓക്കെ, അങ്ങനെ ഒരു ഉറപ്പും ആത്മവിശ്വാസവും നിനക്കുണ്ടെങ്കിൽ അശ്വതി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നിനക്ക് നിന്റെ ശ്രമങ്ങൾ ഇനിയും തുടരാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും നിന്റെ ടാർഗറ്റ് എന്താണെന്നും മുരളി അശ്വതിയും ആദ്യം നീ കൺവിൻസ് ചെയ്യുക. അതവർക്ക് ബോധ്യമായാൽ പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് നിനക്ക് എതിർപ്പോ ഇൻസൾട്ടോ ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, നിന്റെ മാർഗവും ലക്ഷ്യവും ജനുവിനാണെന്ന് അവരെ പരിപൂർണമായി ബോധ്യപ്പെടുത്തുന്നിടത്താണ് നിന്റെ മിടുക്ക്. ഞാൻ ശ്രമിക്കാം VP. ശ്രമിച്ചാ പോരാ, അത് നിന്നെ കൊണ്ട് സാധിച്ചിരിക്കണം. വേണമെങ്കിൽ അശ്വതിയോടും മുരളിയോടും ഞാൻ കൂടി വന്ന്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, എന്നാ പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്തായി? രണ്ടുപേരും ചർച്ച ഉടനെങ്ങാനും തീരുന്ന ലക്ഷണമുണ്ടോ? ഭക്ഷണം എടുക്കാനാ ചോദിക്കുന്നത്. അതിന് ഞങ്ങളൊന്നും ചർച്ച ചെയ്തില്ലല്ലോ, അല്ലേ അപ്പോ? ചർച്ച ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ആസ് യൂഷ്വൽ VPയുടെ വക മോട്ടിവേഷൻ ആയിരുന്നു. എന്താണെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടായെന്നാ എനിക്കറിയേണ്ടത്. പ്രയോജനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വാ, എന്നാ പിന്നെ നമുക്ക് അമ്മയൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ. അയ്യോ, ഞാനില്ലേ, രണ്ടുപേരും പോയി ഭക്ഷണം തനിയെ എടുത്ത് കഴിച്ചാൽ മതി. വാപ്പോ. എനിക്ക് വേണ്ട VP, നിങ്ങൾ കഴിക്ക. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വാ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അപ്പോ എന്താ രാവിലെ തന്നെ? ഞാൻ വന്നത് മാളുവിനെ കാണാൻ വേണ്ടിയാ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അങ്കിളിനോടും ആന്റിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാളു എവിടെ? അവള് റൂമിലുണ്ട്. ആന്റി? അശ്വതി, അശ്വതി. എന്താ മുരളിയേട്ടാ? ഇന്നലെ അങ്ങനെ ഒരു വാർണിംഗ് തന്നിട്ടും ഇന്ന് രാവിലെ യാതൊരു ഉളുപ്പുമില്ലാതെ കയറി വന്നിരിക്കുന്നു എന്നാവും ആന്റി ഇപ്പൊ കരുതുന്നത്, അല്ലേ? എന്ത് സാഹചര്യത്തിലാണ് ആന്റി ഇന്നലെ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇന്നലെ അലീനെ കണ്ടതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിങ്ങളോട് മാള് തീർത്തത് എൻ്റെ പേര് പറഞ്ഞിട്ടാവും, അല്ലേ ആന്റി? അതിനെ മാളുവിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവക്കിപ്പോ ഡോക്ടർ അലീനെ തോൽപ്പിക്കാൻ ഏറ്റവും സേഫായി കരുതുന്ന വെപ്പൺ ഞാനാണ്. അപ്പോ ഒന്ന് ട്രാൻസ്മാൻ. പക്ഷെ അങ്കിൾ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് അവളുടെ ഒരു മുഖംമൂടി മാത്രമാണ്. അലീനെ ഇന്നലെ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ജോബിന്റെ പേര് പറഞ്ഞ് അവർ തമ്മിലൊരു സ്റ്റോക്ക് നടന്നിട്ടുണ്ടാവും. അതിന്റെ ഫൈനൽ റിസൾട്ടാണ് മാളുവിന്റെ ഇന്നലത്തെ ആ പ്രൊട്ടസ്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അതിൽ എന്റെ പേര് വലിച്ചഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അലീനയും ജോബിനുമായിട്ടുള്ള റിലേഷനോ അതിനെ ചൊല്ലി മാളുമായിട്ടുള്ള തർക്കമോ ബഹളോ ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. മനസ്സിലായി ആന്റി. ജോബിനും മാളുമായിട്ടുള്ള റിലേഷൻ സ്ട്രെയിൻ ആയതിനേക്കാളും ഇപ്പൊ നിങ്ങൾ അലട്ടുന്നത് മാളും ഞാനുമായിട്ടുള്ള റിലേഷനാണ്. അല്ലെങ്കിൽ ആ റിലേഷന്റെ പേരിൽ മാളു നടത്തുന്ന ക്ലെയിമാണ്, അല്ലേ ആന്റി? നോക്കപ്പോ, അങ്ങനൊരു ഭയം ഞങ്ങൾക്കുണ്ടെങ്കിൽ അതിലെങ്ങനെ തെറ്റു പറയാൻ പറ്റും? അവളെ കഷ്ടപ്പെട്ട് വളർത്തിയത് അങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കാനല്ലോ. അതിനി അപ്പു എത്ര വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലും. അങ്ങനെ ഒരു ജീവിതമാണ് മാളു തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? ആന്റിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, തോന്നിയാൽ നിങ്ങളെ തെറ്റു പറയാനൊന്നും പറ്റില്ല. ബട്ട് ഐ എം ഡാം ഷുവർ
ഉള്ളിന്റെ ഉള്ളിൽ 1% പോലും മാളു അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാ അവൾ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നേ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ല അങ്കിൾ. മാളു ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് ഒരു പരിധി വരെ അവളോട് തന്നെയാ. അതിൽ നിന്ന് അവളെ മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്കിളിനോട് വന്ന് മുൻകൂർ പറഞ്ഞത്. അതൊക്കെ എത്രമാത്രം വിശ്വാസത്തിലെടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആന്റി, ദയവേത് എന്നെ നിങ്ങളുടെയും ഈ വീടിന്റെ ഒരു ശത്രുവായി കാണാതിരിക്കുക. മാളുവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവളെ കൂടുതൽ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ അനുവദിക്കുക. അതിനുവേണ്ടി മാത്രമാ നാണം കിട്ടിയിട്ടായാലും ഞാൻ വീണ്ടും ഇവിടെ കയറി വന്നത്. പണ്ട് തപ്പുമായിരുന്നെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് ഇതുപോലെ വിലക്കിയപ്പോ രാത്രി ഞാൻ മതിൽ ചാടി മാളുവിന്റെ മുറിയിലെത്തിയത്? പക്ഷെ ആ അപ്പു അല്ല ഞാനിപ്പോ. ഒരുപാട് മെച്ചറായ ഒരാളാ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മാളുവിനെ പോയി ഒന്ന് കണ്ടോട്ടെ. അപ്പി ഒന്ന് കണ്ടിട്ട് വാ. തൽക്കാലം അപ്പുവിനെ നമുക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റൂ അശ്വതി. ഇത്രയും സിൻസിയറായിട്ട് പറയുമ്പോ നമ്മൾ എങ്ങനെയാ അപ്പുവിനെ വീട് വിലക്കുന്നത്? അവര് സംസാരിക്കട്ടെ, എന്താ ഉദ്ദേശമെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ഡിയർ. നീ എത്തിയോ? ഞാൻ രാവിലെ നിന്നെ കാണാൻ വരാൻ റെഡിയാവുമായിരുന്നു. എന്നെ കാണാനോ? എന്താ വിശേഷിച്ച്? വിശേഷങ്ങളല്ലേ ഉള്ളൂ. അല്ല അത് പോട്ടെ, നീ ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലേ? എന്നിട്ട് അശ്വതി മാഡം നൈസായിട്ട് ഗെറ്റ് ഔട്ട് അടിച്ചല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? നീ വന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് മുരളി കണ്ടോ? അവര് കാണാതെ അനുവദിക്കാതെയും നിന്റെ മണിയറയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ചുമ്മാ അവരുടെ ഒരു ജാടയാപ്പോ. ഇന്നലെ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തതിന് ഞാൻ അമ്മയായിട്ട് ശരിക്കും ഉടക്കുണ്ടാക്കി. ഇന്ന് രാവിലെ ഞാൻ നിന്നെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങണമെന്ന് കരുതിയതാ. അപ്പൊ എതിരെന്തെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഇന്നിവിടെ കലാപം ഉണ്ടായേനെ. അതിനുമുമ്പ് നീ ഏതായാലും വന്നല്ലോ, അത് നന്നായി. അല്ല, താഴെ എന്തു പറഞ്ഞു? അവര് നിന്റെ കൂട്ടല്ലല്ലോ, കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഓ, ഇപ്പൊ അങ്ങനെയായോ? അപ്പോ നീ അവരുടെ സൈഡാ അല്ലേ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. ഇപ്പൊ അവരുടെ ഭാഗത്ത് അന്യായം. അതുകൊണ്ട് ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു. സമ്മതിച്ചു. നമ്മൾ ഇത്ര അന്യായക്കാരിയാണേ, നീ അങ്ങ് ക്ഷമിക്കേ. അല്ല, ഇന്നലെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടും അതൊന്നും വകവെക്കാതെ എന്താ നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ? അതിപ്പോ ആവശ്യണ്ടേതായി പോയില്ലേ. ആട്ടിയിറക്കി വിട്ടാലും അന്വേഷിച്ച് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്വേഷിച്ചു വരാനോ? ഇപ്പൊ എന്താ നിനക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്? ഞാൻ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഉത്തരത്തിന് പിന്നാലെയാ. അത് തരേണ്ട ആള് വിദഗ്ധമായിട്ട് എന്നിൽ നിന്ന് മുങ്ങി നടക്കുക. ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ടാ നാണം കെട്ടായാലും നേരിട്ട് അന്വേഷിച്ചിറങ്ങിയത്. ഞാൻ ചോദിച്ച ചോദ്യത്തെപ്പറ്റി ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ആവശ്യത്തിനുള്ള സമയം നിനക്ക് കിട്ടിയെന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് മാളു, ഒരു ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. നിന്നിൽ നിന്നത് നേരിട്ട് കേൾക്കാനാ ഞാൻ വന്നേ. ഓ, അപ്പോ അതാണ് കാര്യം. അപ്പോ നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തെ? പുറത്തേക്ക് ഞാൻ വരാം. പക്ഷെ എനിക്ക് വ്യക്തവും സത്യസന്ധവുമായ ഒരു ഉത്തരം നീ തരണം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ നിന്റെ കൂടെ വരാം. അതെന്താ, നിനക്കെന്നെ തീരെ വിശ്വാസമില്ലേ? നിന്നെ മാത്രമായിരുന്നു എനിക്ക് ആകെ വിശ്വാസം ഉണ്ടായിരുന്നത്, ടു ബി ഫ്രാങ്ക്. പക്ഷെ ഈയിടെയായിട്ട് നിന്നെ തീരെ വിശ്വാസമില്ലാത്തത്. എങ്കിൽ നിന്റെ ആ പരാതി ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന സുഹൃത്ത് ഞാൻ തന്നെയാണെന്ന് നിന്നെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഓക്കെ, എന്നാ വാ നമുക്ക് പോ. നീ വല്ലതും കഴിച്ചായിരുന്നോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തുനിന്ന് നല്ല ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുന്നൊന്നും അല്ല എനിക്കിപ്പോ പ്രധാനം. ഓ, അറിയാം. വന്നേ. അതെ, താഴേക്ക് ചെല്ലുമ്പോ മിസ്റ്റർ ആൻഡ് മിസ്സസ് മുരളിയുടെ വക ഇൻസ്പെക്ഷൻ ഉണ്ടാവും. നീ ആയിട്ടത് മാനേജ് ചെയ്തേക്കണേ. നോക്കി പേടിപ്പിക്കാതൊന്ന് വാ മിസ്റ്റർ, വാ.
എങ്ങോട്ടാ രണ്ടാളും? ഞങ്ങളൊന്ന് പുറത്തു പോവാ. പുറത്തെവിടേക്ക്? ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ട്. യൂണിവേഴ്സിറ്റിയിലും പിന്നെ പറ്റിയ അഡ്വക്കേറ്റിനെ ഒന്ന് കാണണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും. എവിടേക്കാ പോണ്ടേന്ന് പറഞ്ഞാ അച്ഛൻ കൊണ്ടേ വിടും. അതിന്റെ ആവശ്യമില്ലമ്മേ. അപ്പോ ഉണ്ടല്ലോ കൂട്ടിന്. ഞങ്ങൾ പോയിട്ട് വന്നോളാം. വാ അപ്പോ. അതെ, നീ ഇവിടെ നിൽക്ക്. അപ്പു ഒന്ന് വന്നേ. എന്താ അങ്കിൾ? എവിടേക്കാ അവള് നിന്നെ കൊണ്ടുപോകുന്നേ? എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ പറയുമ്പോഴാ അറിയുന്നേ വക്കീലിനെ കാണാനും യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെന്ന്. അപ്പു, നിന്നെ വിശ്വസിച്ച ഞങ്ങൾ അവളെ നിന്റെ ഒപ്പം വിടുന്നത്. നീ പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എന്താ അപ്പു നീ ഒന്നും മിണ്ടാത്തത്? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാളൂന് എന്ത് പറയാനുള്ളതെന്നറിയാനാ ഞാൻ അവൾക്കൊപ്പം പോകുന്നേ. ഇനിയും എന്റെ കാര്യത്തിൽ അങ്കിളിന് സംശയം ഉണ്ടെങ്കിൽ മാളുവിനെ വിലക്കിക്കോളൂ. ഞാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ മാളുവിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം അറിയാൻ പറ്റേക്കും. ഞാൻ എന്ത് വേണമെന്ന് അങ്കിള് പറ. അപ്പൊ പോയിട്ട് വാ. ഹലോ, മതി ഡിസ്കഷൻ. വാ പോവാം. എവിടേക്കാ രണ്ടുപേരും അറിയാതെ ഒരു സമാധാനം ഇല്ലല്ലോ മുരളിയേട്ടാ. തൽക്കാലം എന്താ രണ്ടുപേരുടെ ഉദ്ദേശം എന്നറിയട്ടെ. ഇന്നുകൊണ്ടൊരു തീരുമാനം അറിയാമെന്നാ അപ്പു പറഞ്ഞത്. അതെന്താന്ന് ആദ്യം നോക്കാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയ കാര്യം ഞാൻ ഗീതേച്ചി വിളിച്ചൊന്ന് പറഞ്ഞാലോ? അപ്പൊ ഗീതേച്ചിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. ഗീതേച്ചിയായിട്ട് അപ്പുനെ വോൺ ചെയ്തോളും. അത് വേണ്ട ശ്രുതി. ഞാൻ പറ്റുവാണെങ്കിൽ VP ഒന്ന് കാണാം. ഞാനും ഇറങ്ങുവാ. എങ്കിൽ പിന്നെ മുരളിയേട്ടൻ തന്നെ അവരെവിടേക്കാ പോകേണ്ടതെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യ്. അവരെ വിളിക്കട്ടെ ഞാൻ. അത് വേണ്ടെന്നല്ലേ നമ്മുടെ ഉത്തരവ്. രണ്ടുപേരുടെ എവിടാന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. ഹലോ മാഡം, എന്താ ഉദ്ദേശം? ഇതുവരെ എനിക്ക് സെൻസിബിളായ ഒരു ആൻസർ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലല്ലോ. അതോ ഇനി മനഃപൂർവ്വം അത് തരില്ലെന്നാണോ? എന്താ എന്താ നീ ചിരിക്കുന്ന? എന്റെ ചോദ്യത്തിന് ഉത്തരം അറിയിക്കുന്നില്ലെന്നാണോ? അപ്പോ എന്താ തന്റെ പ്രശ്നം? താൻ കുറെ ആയല്ലോ എന്നിങ്ങനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ ചോദ്യം നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഓക്കെ, അത്രയെങ്കിലും അറിഞ്ഞതിൽ സന്തോഷം. പക്ഷെ ആ ബുദ്ധിമുട്ട് ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ ചോദ്യങ്ങൾക്ക് എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. ഇനി ഈ ചോദ്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? എന്താ നിനക്കറിയേണ്ടത്? കമോൺ, ആദ്യം നീ നിന്റെ ക്വസ്റ്റ്യൻ വ്യക്തമാക്ക്. മാളു, ഡെയ്സി ആന്റിയുടെ മുമ്പിൽ നീ അന്ന് പറഞ്ഞില്ലേ നിന്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്ന് അപ്പോ തീരുമാനിക്കണ്ടേന്ന്? എന്താ നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാവി ജീവിതം ഞാൻ തീരുമാനിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണമല്ലോ. അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അപ്പോന്റെ ജീവിതം സേഫ് ആവുമ്പോ എന്റെ ജീവിതവും സേഫ് ആവും എന്നൊരർത്ഥം ഞാനതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മാളു, നീ വെറുതെ ഉരുണ്ട് കളിക്കല്ലേ. അങ്ങനെയല്ല നീ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ എന്റെ പേര് കോട്ട് ചെയ്തേ? ഞാനുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ജോബിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? എന്റെ ഭാവി ജീവിതം നീ കല്യാണം കഴിച്ചതുകൊണ്ട് ഇല്ലാതായി എന്നാണോ? ശരി, ഒന്നുകൂടി ഞാൻ ചോദ്യം ആവർത്തിക്കണമെന്നല്ലേ ഉള്ളൂ. പണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ ഞാനുമൊത്തുള്ള ജീവിതത്തിന് നീ തയ്യാറാണോ അല്ലയോ? ഭാവി ജീവിതം എന്തായാലും ഞാനാണല്ലോ തീരുമാനിക്കേണ്ടേ. ശരി, ആഫ്റ്റർ ഡിവോഴ്സ് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നു. എന്തു പറയുന്നു? അതിപ്പോ അങ്ങനെ ചോദിച്ചാ? അങ്ങനെ ചോദിച്ചാ ഉത്തരം ഒരു യെസ് ഓർ നോയിൽ തീരണം. അല്ലാതെ ഒരു വേഗ എക്സ്പ്ലനേഷൻ എനിക്ക് വേണ്ട. അവിടെ നിന്നേ മാളു, ഐ എം വെരി സീരിയസ്. ഒന്നുകിൽ നിന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് ഡെയ്സി ആന്റിയോടും നിന്റെ വീട്ടുകാരോടും പറഞ്ഞത് സത്യമാണെന്ന് നീ തെളിയിക്ക. ഐ മീൻ, എന്റെ ഒപ്പം ജീവിക്കാൻ നിനക്ക് താല്പര്യമാണെന്ന് തുറന്നു പറയണം. അല്ലെങ്കിൽ ചുമ്മാ നിന്റെ വീട്ടുകാരെയും ഡെയ്സി ആന്റിയും ഡോക്ടറൊക്കെ വിഷമിപ്പിക്കാതെ മര്യാദയ്ക്ക് ഡോക്ടർ ജോബിനൊപ്പം ജീവിക്കണം. അല്ലാതെ രണ്ടിനിടയിൽ കടിച്ചു തൂങ്ങി അങ്ങനെ എന്റെ പേരും പറഞ്ഞ് നീ സേഫ് ആവണ്ട. പറ, എനിക്കൊരു ഉത്തരം കിട്ടിയേ തീരൂ. നീ എടുക്കുന്ന ഏത് തീരുമാനമാണെങ്കിലും ഞാൻ ഓക്കെയാ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഡോക്ടർ. ചോയ്സ് ഇസ് യുവേഴ്സ്. കം ഓൺ, എനിക്കൊരു ഉത്തരം വേണം. ശരി,
നിനക്കൊരു ഉത്തരവല്ലേ വേണ്ടത്? വാ, ഞാൻ പറയാം. മാളു എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പറയാന്ന് പറഞ്ഞില്ലേ, നിനക്കിനി എന്റെ കൂടെ വന്നൂടെ? വാ. വാ. ഇരിക്ക്. നമ്മളെന്താ ഇവിടെ? ചുമ്മാ ഒരു സിനിമ കാണാൻ. എന്റെ അപ്പക്കുട്ടൻ പിള്ളേ, സാധാരണ മനുഷ്യന്മാർ റെസ്റ്റോറൻറ്റിൽ വരുന്ന എന്തിനാ? വല്ലതും കഴിക്കാനല്ലേ? അതുകൊണ്ടാ സാറിന് ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. ഷേ, അങ്ങനെ വാശി പിടിക്കല്ലേ. കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. നമുക്കൊരു ഐസ്ക്രീം അടിച്ച് ചില്ലാവാം. എന്തു പറയുന്നു? അത് ഓക്കെ അല്ലേ? കുറച്ചു നേരമായി നീ ഈ കുട്ടികളെ തുടങ്ങിയിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോവും. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ പഴയ അപ്പവും മാളും ആവുന്നു. സാധാരണ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോകുമ്പോ നീയാ എല്ലാം ഓർഡർ ഇടാറുള്ളത്. ഇന്നത്തെ ദിവസം ആ ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ ഞാൻ ഓർഡർ ഇടും, നീ അനുസരിക്കും. ഓക്കെ? നമുക്ക് ഓരോ ഐസ്ക്രീം കഴിച്ചൊന്ന് ചില്ലാവാന്നേ. എന്താ മാഡം വേണ്ടത്? 2 ഐസ്ക്രീം. ഏതാ വേണ്ടത് മാഡം? വാനിലയോ സ്ട്രോബെറിയോ? സ്ട്രോബെറി തന്നെ ആയിക്കോട്ടെ അല്ലേ? അപ്പോ നീ എന്തായാലും പറ. അപ്പോ എന്നാ 2 ചോക്ലേറ്റ് എടുത്തോ. ഓക്കെ മാഡം. അയാളെന്ന് വട്ടാക്കിയപ്പോ ഒരു മനസ്സും കിട്ടിയില്ലേ? എന്താ മിസ്റ്റർ അപ്പക്കുട്ടൻ? സത്യം പറയാലോ, എനിക്കൊന്നും തീരെ പിടിക്കുന്നില്ല മാളു. നീ എന്താ മനുഷ്യനെ പൊട്ടനാക്കുക? അല്ല, കുറച്ചു നാളായിട്ട് നീ മസിൽ പിടിച്ച് മുറുകി നടക്കുകയല്ലേ. അപ്പോ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ല, നിന്നോടെന്തോ മുരളി സാറ് മാറ്റി നിർത്തി പറഞ്ഞു കേട്ടല്ലോ. എന്തായിരുന്നു രഹസ്യ സംഭാഷണം? നത്തിങ്. അത് നീ അറിയേണ്ട കാര്യമല്ല. ഓ, അങ്ങനെയാണോ? ശരി, എന്താ വിട്ടേക്ക്. താങ്ക് യു. കഴിക്ക്, മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ. അങ്ങനെ നീ എന്നെ കൂളാക്കാൻ നോക്കണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാതെ നീ ഇന്ന് ഇവിടുന്ന് പോവില്ല. ഹലോ, മാളു ഒരു വാക്ക് പറഞ്ഞ വാക്കാ. നിന്റെ ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ സ്കിപ്പ് ചെയ്യില്ല. ഉത്തരം തരേണ്ട സമയത്ത് തന്നിരിക്കും. ഇപ്പൊ നിങ്ങൾ കഴിക്കണം മിസ്റ്റർ. ഐസ്ക്രീമിന്റെ മുന്നിലിരുന്ന് ചൂടാവരുതെന്ന് അറിയില്ലേ? അത് ഒരുങ്ങി പോവും. എന്റെ മുരളി, താനിങ്ങനെ അപ്സെറ്റ് ആയല്ലോ. അപ്പവും ആളും ഒരുമിച്ച് പുറത്തു പോകുന്നത് ഇതാദ്യമായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ താനും അശ്വതിയൊക്കെ എന്തിനങ്ങനെ ഭയക്കുന്നത്? എങ്ങനെ ഭയക്കാതിരിക്കണമെന്നാ VP പറയുന്നേ? അതുപോലെയാണല്ലോ രണ്ടുപേരുടെയും പ്രവൃത്തികൾ. ഒരു ദിവസം സമാധാനം തരുമെങ്കിൽ ബാക്കി എല്ലാ ദിവസവും ഇതുങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുക. അശ്വതിയുടെ അമ്മ എപ്പോഴും പറയും, മുൻജന്മ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന്. എന്റെ കാര്യത്തിൽ അതിപ്പോ സത്യമായി വന്നേക്കോ VP? എന്റെ മുരളി, താനിങ്ങനെയൊക്കെ ഭയപ്പെടാൻ തുടങ്ങിയാ പിന്നെ ഒളിക്കാൻ കാട് കാണില്ല. അപ്പുവിന്റെ കാര്യം ആലോചിച്ചാൽ താൻ ഈ ഭയക്കുന്നെങ്കിൽ അപ്പു നേരിട്ട് വന്ന് തന്നോട് സത്യം ചെയ്തതല്ലേ അങ്ങനെയൊന്നും അവരുടെ മനസ്സിലില്ലെന്ന്. പിന്നെ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? അപ്പുവിന്റെ വാക്ക് വിശ്വസിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ ഇതൊക്കെ അനുവദിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടിന്റെ മക്കളെ ചേർന്ന് നമ്മളെ ചതിക്കാനാ ഉദ്ദേശിക്കുമെങ്കിൽ VP തന്റെ കുഞ്ഞിനെ ഞാനങ്ങ് ഒഴിവാക്കും. പകരം എന്റെ മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. പിന്നെ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ ആർക്കും.